ഫ്ലോറൽ ഫ്രൂട്ട്സ് അറേബ്യൻ നോമ്പുകാലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഫ്ലോറൽ ഫ്രൂട്ട്സ് അറേബ്യൻ നോമ്പുകാലത്തിൻ്റെ യാത്ര തുടങ്ങുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലെ ദേറ സിറ്റി സെൻറ്ററിൻ്റെ അടുത്താണ്. ഇവിടെ വരാനുള്ള ഒരു കാരണം, ഇവിടെ നിന്നൊരു പള്ളിയുടെ ഇനോഗ്രേഷൻ നടക്കുന്നുണ്ട്. ഇസ്ലാമിക് വേൾഡിലെ ഫസ്റ്റ് ഗ്രീൻ മോസ്ക്. ഗ്രീൻ മോസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പല ആൾക്കാരായിരിക്കും പച്ച കളർ പെയിൻറ് അടിച്ചുകൊണ്ടെന്നുള്ളത്. പക്ഷേ കാണുമ്പോൾ തന്നെ അറിയാം, എന്തായാലും പച്ച കളർ പെയിൻ്റ് അല്ല ഈ പള്ളി കഴിച്ചിരിക്കുന്നത്. ഇത് ലിറ്ററലി ഗ്രീൻ മോസ്ക് ആണ്. ഒരുപാട് ഈക്കോ ഫ്രണ്ട്ലി കാര്യങ്ങൾ നടക്കുന്ന മോസ്കാണ്. എന്തൊക്കെയാണ് ഈ പള്ളിയുടെ പ്രത്യേകതകൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഒന്ന് അകത്ത് പോയി നോക്കണം. മാത്രമല്ല ഇന്നിവിടെ ജുമാ നടക്കുന്നുണ്ട്. ഇന്നത്തെ ജുമാക്കും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതൊക്കെ അറിയാൻ വേണ്ടി വി ഹാവ് ടു ഗോ ഇൻസൈഡ്. വേറിട്ട വഴിയിൽ സഞ്ചരിക്കാൻ ഏറെ താല്പര്യം പുലർത്തുന്ന ഗൾഫ് നഗരമാണ് ദുബായ്. എല്ലാ കാര്യങ്ങളിലും മുന്നിൽ, എല്ലാ സംരംഭങ്ങൾക്കും മൗലികത. ഇതാണ് ദുബായിയുടെ മുദ്രാവാക്യം പോലും. ഇസ്ലാമിക ലോകത്തെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ആരാധനാലയവും ദുബായിൽ വിശ്വാസികൾക്കായി തുറന്നിരിക്കുന്നു. ഖലീഫ അൽ താജിർ മോസ്ക് തേടി ഇനി സന്ദർശകർ പ്രവഹിക്കും. മദീനയിലെ ഖുബ മസ്ജിദ് ഇമാം സാലിഹ് അൽ മഗംസി വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിച്ചായിരുന്നു പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. وأشهد أن لا إله إلا الله وحده لا شريك له أراد ما العباد فاعلوه ولو عصمهم كما خالفوا. ദേര സിറ്റി സെന്ററിന് സമീപം 9755 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് പള്ളി നിർമ്മാണം. 3500 പേർക്ക് ഒരേ സമയം ഇവിടെ പ്രാർത്ഥന നിർവഹിക്കാനാകും. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ. ഖലീഫ അൽ താജിർ പള്ളി നിർമ്മാണത്തിന്റെ മികവ് ഇവിടെയാണ്. റമദാനിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ഇന്നാണ് ഈ പള്ളിയിൽ ഇനോഗ്രേഷൻ നടന്നത്. മറ്റൊരു പ്രത്യേകത, ഇന്ന് ഖുതുബക്ക് വേണ്ടി ഇവിടെ എത്തിയിരുന്നത് മദീനയിലെ ഇമാമാണ്. ഇവിടെ എത്തിയിരുന്ന എല്ലാ വിശ്വാസികളും അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു. നമ്മളോടൊപ്പം തയ്യിബ് അബ്ദുറഹ്മാനാണ്. അദ്ദേഹം ഔക്കാഫിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. നമുക്ക് അദ്ദേഹത്തിന് ചോദിച്ചറിയാം ഈ പള്ളിയുടെ പ്രത്യേകത എന്നുള്ളത്. അസ്സലാമു അലൈക്കും. So tell us the speciality about this mosque. Well, the mosque was supposed to be built by a gentleman who became mentally incapacitated, and in the Dubai, Emirate of Dubai, any person or anyone who becomes mentally incapacitated, we become the custodian of that person or the family. So Awqaf and Minor affairs, we are responsible for Awqaf and minors in the Emirates of Dubai. The gentleman who became mentally incapacitated had an intention to build a mosque. അകഭാഗത്ത് തെർമൽ ഇൻസുലേഷൻ സംവിധാനമാണുള്ളത്. അതിനാൽ വൈദ്യുതി ഉപഭോഗം നന്നേ കുറയും. അന്തരീക്ഷത്തിന് ഹാനികരമായ വാതകങ്ങൾ വളരെ കുറച്ചു മാത്രം പുറത്തുവിടുന്ന എയർ കണ്ടീഷണറുകളാണ് പള്ളിക്കകത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചിരിക്കുന്നു ഇവിടെ. വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്ന തരത്തിൽ പള്ളിക്കകത്ത് LED ബൾബുകളുടെ നിര കാണാം. നിസ്കാരത്തിന് ആളെത്തുമ്പോൾ മാത്രം വിളക്കുകൾ സ്വയം പ്രകാശിക്കും. ഇതൊരു നല്ല ചുവടുവയ്പ്പാണ്. ദുബായിലെ കൂടുതൽ പള്ളികൾ പരിസ്ഥിതി സൗഹൃദമാക്കാനുള്ള നീക്കത്തിന്റെ തുടക്കം. ഈ പള്ളിയുടെ സൈഡിലായിട്ട് ഒരു വിശാലമായിട്ടൊരു ഗാർഡൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഗാർഡന്റെ സൈഡിൽ നിൽക്കുന്ന എല്ലാ ലാംപ്സും ഇറ്റ്സ് ഓൾ സോളാർ പവർ ലാംപ്സ്. ആൻഡ് മാത്രമല്ല ഈ ഗാർഡനിലേക്കുള്ള കംപ്ലീറ്റ് വെള്ളം സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഒതുവെടുത്തിട്ട് പോകുന്ന വെള്ളമാണ്. ആ വെള്ളം റീസൈക്കിൾ ചെയ്തിട്ടാണ് ഈ ഗാർഡനിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഒരു ഗ്രീൻ മോസ്ക് തന്നെയാണ്. ആൻഡ് ഇത് മാത്രമല്ല, മറ്റൊരുപാട് പ്രത്യേകതകളും ഈ ഗ്രീൻ മോസ്കിനുണ്ട്.
നമ്മളെ അറേബ്യൻ നോമ്പുകാലത്തിൻ്റെ യാത്ര തുടരാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കിസൈസിലാണ്. നമുക്ക് നോമ്പ് തുറക്കാൻ സമയമായി. ഇനി കുറച്ച് നേരം മാത്രം ബാക്കിയുള്ളൂ നോമ്പ് തുറക്കാൻ വേണ്ടി. നമ്മൾ പല കൈൻഡ് ഓഫ് നോമ്പ് തുറ നമ്മൾ കണ്ടിട്ടുണ്ട്. പള്ളിയിലേക്ക് പോകുമ്പോഴത്തേക്കും വ്യത്യസ്തമായ നാഷണാലിറ്റീസ് ഉണ്ടാവും നമ്മളോട് നോമ്പ് തുറക്കാൻ വേണ്ടി. ഇന്ത്യക്കാരോട് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഒക്കെ തന്നെ ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ നാട്ടുകാരായാലും ഇപ്പം തമിഴ്നാട്ടിലെ ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ആൾക്കാരുണ്ടാവും, മലയാളികളുണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്നത് കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ ആ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാവരും കൂടി നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ അവരോട് നോമ്പ് തുറക്കൊക്കെ നമ്മൾ ചേരുകയാണ് ആക്ച്വലി ഇന്ന്. അപ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കാം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന ഈ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ കാസർഗോഡിലെ മൊഗ്രാൽ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവരുടെ ഉള്ള സ്ഥലം. ആ സ്ഥലത്തുള്ള ആൾക്കാർ, ദുബായിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയാണിത് ഈ കാണുന്നത്. ഏകദേശം ഒരു 100-300 ആൾക്കാരുണ്ട് ഇവിടെ. ഇത് 3ാമത്തെ വർഷമാണ് ഈ മൊഗ്രാൽ പുത്തൂറിൻ്റെ നോമ്പ് തുറ നടക്കുന്നത്. നമുക്ക് എന്തായാലും നോമ്പ് തുറക്കാൻ സമയം, നമുക്ക് ഇനി അകത്ത് പോയി നോമ്പ് തുറക്കാം. മാത്രമല്ല കൂടുതൽ വിശേഷങ്ങളും ചോദിച്ചറിയാം. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നോമ്പുതുറകൾ പ്രവാസ ലോകത്തിന് പുതുമയല്ല. എന്നാൽ ഒരേ നാട്ടുകാർ ഒത്തുചേർന്ന് ഇഫ്താർ സംഘടിപ്പിക്കുക, പിറന്ന വീണ മണ്ണിന്റെ സ്നേഹവായ്പകൾ പരസ്പരം പങ്കുവയ്ക്കാനുള്ള അവസരം കൂടിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇഫ്താർ ഒത്തുചേരലുകൾ. കാസർകോട്ടെ മൊഗ്രാൽ പുത്തൂർ എന്ന ദേശത്തു നിന്നും പ്രവാസ ലോകത്ത് വന്നെത്തിയവർ ഈ കൂട്ടായ്മയുടെ മികച്ച നിദർശനമാണ്. ഒരുമയുടെയും ഐക്യത്തിന്റെയും ദേശപ്പെരുമയാണ് പ്രവാസ ലോകത്തും ഇവർ അടയാളപ്പെടുത്തുന്നത്. പ്രത്യേക സംഘാടകരൊന്നും ഇവർക്കിടയിലില്ല. എല്ലാവരുടെയും വലിപ്പച്ചെറുപ്പമില്ലാത്ത ഒത്തുചേരൽ. കേവലം ഇഫ്താർ ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് ഈ ഒത്തുചേരലുകൾ മാറുകയും ചെയ്യുന്നു. നാടിന്റെ വേദനകളും സങ്കടങ്ങളും ഇവർ ചർച്ച ചെയ്യുന്നു. സാധ്യമായ സഹായങ്ങളിലൂടെ അവയ്ക്ക് പരിഹാരം തേടുന്നു. പ്രാദേശിക കൂട്ടായ്മയ്ക്ക് കൃത്യമായ ദിശാബോധം പകരാനും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും മൊഗ്രാൽ പുത്തൂർ സ്വദേശികൾ മനസ്സുവെക്കുന്നു. ഇഫ്താർ ഒത്തുചേരലുകൾ ഇവർക്കിടയിൽ ഐക്യത്തിന്റെ പുതിയ ഗാഥകൾ രചിക്കുകയാണ്. പ്രവാസ ലോകത്താണെങ്കിലും ചേർന്നു നിന്നാൽ പലതും ചെയ്യാൻ കഴിയുമെന്ന് ഇവർ നിശബ്ദമായി ഓർമ്മിപ്പിക്കുകയാണ്. കാസർഗോഡിലെ വളരെ ചെറിയൊരു ഗ്രാമമാണ് മൊഗ്രാൽ പുത്തൂർ എന്ന് പറഞ്ഞാൽ. നമുക്ക് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സംഗമം കാണുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ മൊഗ്രാൽ പുത്തൂറിൽ ആരും ഇല്ലേന്ന് നമുക്ക് സംശയം വന്നു പോകും. കാരണം അത്രമാത്രം ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മളോടൊപ്പം റഹീമും കൂട്ടാളികളൊക്കെ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും. റമദാൻ കരീം എല്ലാവർക്കും. താങ്ക് യു. സെയിം ടു യു. അപ്പോൾ ഇത് എത്രാമത്തെ വർഷമാണ് നിങ്ങൾ ഈ ഒരു കൂട്ടായ്മ? ഇത് ഞങ്ങളിപ്പോൾ കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 വർഷമായി. 3ാമത്തെ ഇഫ്താറാണ് ഈ നടക്കുന്നത്. മൊഗ്രാൽ പുത്തൂരിലെ പ്രവാസികൾക്ക് വേണ്ടി അതിന് കായികം, സാംസ്കാരികം, അതുപോലെ എല്ലാ ഉന്നമനത്തിനും വേണ്ടി, കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി 3 വർഷം മുമ്പാണ് ഈ സംഘടന രൂപീകരിച്ചത്. നിങ്ങളുടെ ഈ അസോസിയേഷൻ്റെ ചാരിറ്റബിൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചാരിറ്റബിൾ കാര്യങ്ങളായിട്ട് പ്രധാനമായിട്ട് ഞങ്ങൾ ആദ്യം തുടങ്ങി വെച്ചത് പട്ടിണി വിമുക്ത ഗ്രാമം എന്ന് പറഞ്ഞിട്ട്, അതായത് ഞങ്ങളുടെ ഗ്രാമത്തിലെ മൊഗ്രാൽ പുത്തൂർ എന്നുള്ള ഗ്രാമത്തിലെ ഏകദേശം 100ഓളം കുടുംബങ്ങൾക്ക് മാസം റേഷൻ അടിസ്ഥാനത്തിൽ, അതായത് നമ്മളിപ്പോൾ നാട്ടിൽ റേഷൻ വിതരണം ചെയ്യുന്നത് പോലെ ഏകദേശം 1000 രൂപയുടെ ഗ്രോസറി ഐറ്റംസ്, ഭക്ഷണ സാധനങ്ങൾ എല്ലാ മാസവും വിതരണം ചെയ്യുന്നുണ്ട്. ഈ മംഗല്യ നിധി എന്ന് പറഞ്ഞിട്ട് വേറൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തി നിൽക്കുന്നത് മൊഗ്രാൽ പുത്തൂർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലെ ഒരു ചെറിയൊരു കൂട്ടായ്മയാണ്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നേക്കാണെന്ന് നോമ്പ് തുറക്കാനായിട്ട്. ഇതുവരെ ഈ തുടങ്ങിയിട്ട്, ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയിട്ട് 3ാമത്തെ വർഷം ഒരുമിച്ച് നോമ്പ് തുറക്കുന്നത്. ഇതേപോലുള്ള ഇഫ്താർ സംഗമം ഇതിപ്പം UAE മാത്രമല്ല, ഗൾഫിൽ ഒരുപാട് രാജ്യങ്ങൾ നടക്കാറുണ്ട്. ഈ ഇഫ്താർ സംഗമത്തിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരേ ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ ഒരേ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വേള കൂടിയാണ്. നമ്മുടെ അറേബ്യൻ നോമ്പുകാലത്തിന്റെ യാത്ര തുടരാണ്. നമ്മൾ ഇനിയിപ്പം ഇവിടെ നിന്ന് നേരെ പോകുന്നത് കറാമയിലേക്കാണ്. കറാമയിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ലെറ്റ്സ് സീ വാട്ട്സ് ദാറ്റ്. അങ്ങനെ നമ്മളിപ്പോൾ കിസൈസിൽ നിന്നും നമ്മളിപ്പം കറാമയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടെന്നുള്ളത്, അത് ആക്ച്വലി ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇറ്റ്സ് കോൾഡ് സംസം മന്തി റെസ്റ്റോറൻറ്റ്. ഇവിടെ റംസാൻ മാസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അത്താഴത്തിനും അതേപോലെ തന്നെ നോമ്പ് തുറക്കാനൊക്കെ എത്താറുണ്ട്. നമുക്ക് ഈ റെസ്റ്റോറൻ്റ് അകത്തേക്ക് പോകാം. ഞാനിപ്പോൾ കറാമയിലുള്ള സംസം മന്തി റെസ്റ്റോറൻറ്റിലാണ് നിൽക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് ആൾക്കാർ റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നോമ്പ് തുറക്കാനും അതേപോലെ തന്നെ അത്താഴത്തിനും
വരാറുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ടൈമിംഗ് തന്നെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. വൈകുന്നേരം ഉച്ചയ്ക്ക് 3:30 മണി മുതൽ വെളുപ്പിനെ 3:30 മണി വരെയാണ് ഇവിടെ ഇപ്പം ഫുഡ് സെർവ് ചെയ്യുന്നത്. ഇവിടെ കുറേ സ്പെഷ്യൽ ഫുഡ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ആൾക്കാർ റമദാൻ മാസത്തിലും ബാക്കിയുള്ള സമയത്തൊക്കെ ഇവിടെ വരുന്നത് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഇവിടെ എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. യമനിൽ പിറവികൊണ്ട ഈ അരിഭക്ഷണം ഇന്നിപ്പോൾ മലയാളികൾക്ക് പോലും പ്രിയങ്കരമാണ്. ബിരിയാണിയെ പോലും കടത്തിവെട്ടിയാണ് അറബ് മന്തി പ്രചാരം നേടിയത്. റമദാൻ രാവുകളിൽ ഏറെ സജീവമാണ് ദുബായ് നഗരത്തിലെ അറബി മന്തിക്കടകൾ. സംസം മന്തിക്കടയിൽ ദേശീയതയുടെ അതിർവരമ്പുകളില്ല. അറബികളും ഫിലിപ്പീൻസും മലയാളികളും മന്തി തേടി ഇവിടെ എത്തുന്നു. അസ്സലാമു സാധാരണ എല്ലാ റെസ്റ്റോറൻറ്റിലും പോകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം സീറ്റ് തപ്പി പോകാറുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ സംസം മന്തിയിൽ കയറിയപ്പോൾ നേരെ കിച്ചണിലേക്കാണ് എത്തിയത്. ഇക്ക എല്ലാം റെഡിയല്ലേ? ഒരുപാട് സെയിൽ നടക്കുന്ന സമയമാണ് റമദാൻ മാസം ആകുമ്പോൾ. പ്രത്യേകിച്ച് അത്താഴത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്താറുണ്ട് അല്ലേ? എന്താണ് പേര്? ഹാരിസ്. സാധാരണ മന്തി ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് അറബിക് ഫുഡാണ്. പക്ഷേ ഇവിടെ കിച്ചണിൽ ഒരൊറ്റ ആളെ ഞാൻ അറബിയായിട്ട് കാണുന്നില്ല. എല്ലാം മലയാളി ചേട്ടന്മാരാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ എന്തൊക്കെ കൈൻഡ് ഓഫ് മന്തി റൈസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് എന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ പല മന്തി കടകളും ഇപ്പം ദുബൈയിലുണ്ട്. ഒറിജിനലായിട്ട് മന്തി ഉണ്ടാക്കുന്നത് നമ്മളാണ്. അതെ ശരിക്കും കുഴിന്നാണ് ഈ മന്തി ശരിക്കും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസം മന്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇപ്പോ ചിക്കൻ മധുഫൂന്, മട്ടൻ മധുഫൂന് ഇതൊക്കെ ഒന്നും വേറൊരു മന്തി പോയാൽ കാണാൻ പറ്റാത്തതാണ്. എന്താ വെച്ചാൽ മലയാളികൾ കൂടുതലായിട്ട് നമ്മളെ ആശ്രയിക്കുന്ന അവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവർക്കും കൂടി താല്പര്യപ്പെടുന്ന രീതിയിലുള്ള ഈ മലയാളികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന എരിവും പുളിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് സൂര്യകളൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചപ്പോ വളരെ അവര് ഇന്ന് വരെ ദുബൈ കാണാത്ത ഒരു മധുഫൂനാണ് ഇവിടെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു കുക്ക് എന്നുള്ള നിലക്ക് ഒരു കിച്ചണിൽ ജോലി ചെയ്ത് ഞങ്ങൾക്ക് ഒരു അതിയായ സന്തോഷം. ഇതിനകത്താണ് കംപ്ലീറ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കിക്കാൻ കാണാൻ പറ്റും. ഇത് ഒരു പാവപ്പെട്ട ഒരു ആട് ജസ്റ്റ് നടന്നു വന്നപ്പോഴത്തേക്കും കാലറ്റ് വീണ പോലെ ഉണ്ട്. ഇതിന്റെ താഴത്തെ പാരി ഉണ്ട് അല്ലേ? ചോറുണ്ട്. ചോറും ഇപ്പം ഒന്ന് പൊക്കി നോക്കാം. ഇത് പൊക്കാൻ വേണ്ടി തന്നെ കുറെ സ്പെഷ്യൽ ടൂൾസ് ഒക്കെ ഉണ്ട് ഇവിടെ. വളരെ യമന്റെ അതേ കണ്ടീഷനിലാണ് ഇവിടുന്ന് ചെയ്യുന്നത്. എല്ലാ ഹോട്ടലുകളിലും ഇങ്ങനെ ചെയ്യുന്നില്ല. കറക്റ്റ് എന്ന് വെച്ചാൽ അറള് എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ അടിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം വളരെ റാഹത്താണ് ഇവിടുത്തെ ഫുഡ്. വളരെ അറബികൾ കഴിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണ്. പിന്നെ ഇപ്പൊ ഒരു 15 ആട്, 250 കോഴി ഡെയിലി പോകുന്നുണ്ട്. ഇനിയും വരുന്ന ഭാവിയിൽ നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്. യമനീസ് കഴിക്കുന്ന ഭക്ഷണമാണ്, അല്ലെങ്കിൽ യമനീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഭക്ഷണമാണ് മന്തി എന്ന് പറഞ്ഞാൽ. അതിപ്പോ ഇവിടെ മലയാളികൾ റമദാൻ മാസമായിട്ട് ഒരുപാട് ആൾക്കാർ അത്താഴത്തിന് വരെ മ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കിനിപ്പോൾ ഈ റൈസ് ഒന്ന് പൊക്കിയെടുക്കാം അല്ലേ പുറത്തേക്ക്. ഭയങ്കര ചൂടാണ് ഈ മുറിക്കകത്ത്. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ഫാനോ ലൈറ്റോ ഒന്നുമില്ല. അപ്പോൾ അതിന് 2 മണിക്കൂർ ദമ്മിട്ട ഈ മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് മന്തിയാണ് അല്ലേ? പ്രോപ്പർ മട്ടൻ മന്തിയാണ്. ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനിയിപ്പം നേരെ പ്ലേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൃത്യമായ സമയക്രമത്തിലും ചേരുവകളിലുമാണ് മന്തി ഭക്ഷണം തയ്യാറാക്കുന്നത്. ഭൂമിയുടെ ആഴങ്ങളിൽ കുഴിച്ചിട്ട ചെമ്പുകളിലാണ് ഇത് പാകപ്പെടുത്തുന്നത്. ഒരർത്ഥത്തിൽ ചൂടിന്റെയും മണ്ണിന്റെയും സ്പർശമാണ് മന്തിയെ പാകപ്പെടുത്തുന്നത് എന്ന് പറയാം. വലിയ അധ്വാനം തന്നെ വേണ്ടിവരുന്നു ഗുണമേന്മയുള്ള മന്തി പാകപ്പെടുത്താൻ. മന്തിയുടെ വേറിട്ട സ്വാദ് റമദാൻ രാവുകളിൽ നഗരവാസികളുടെ പ്രിയ ഭക്ഷണമായി മന്തിയെ മാറ്റിയെടുത്തിരിക്കുന്നു. വിദൂര ദിക്കുകളിൽ നിന്നുവരെ ആളുകൾ മന്തി തേടിയെത്തും. അവരിൽ സ്വദേശികൾ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളും ഉൾപ്പെടുന്നു. മന്തി എന്ന അറബ് ഭക്ഷണം രുചിപ്പെരുമയിലൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ്.